ഗൈസ്, ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ന് രക്ഷാബന്ധനാണ്. ഇന്ന് രക്ഷാബന്ധന ഞാൻ എൻ്റെ 2 ചേച്ചിമാരെ അടുത്ത് തന്നെ താമസിക്കുന്നത്. ചേച്ചിമാരുടെ അടുത്ത് എല്ലാ വർഷം പോകുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും രാഖി കെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു. അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ചേച്ചിമാരുടെ കെട്ടുകയാണ്. ഇത് മൂത്ത ചേച്ചിയാണ് ആദ്യം കെട്ടിയത്. എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി ഗീത ചേച്ചി. സംഗീത എന്നും പേരും അല്ലേ? സംഗീത വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഗീത. ചേച്ചിയാണ് ആദ്യം രാഖി കെട്ടുന്നത്. രക്ഷാബന്ധനിൽ നമ്മൾ ആദ്യം ചേച്ചി നമ്മുടെ ആർത്തി ഒഴിയും. ആർത്തി ഒഴിയുന്ന ആർത്തിയുടെ പ്ലേറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? കുങ്കുമവും അരിയും രാഖിയും കൂടെ വെച്ച് ആദ്യം നമ്മൾ ഒഴിഞ്ഞിട്ട് രാഖി എടുത്ത് കൈ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് രാഖി കയ്യെ കെട്ടി കൊടുക്കും. അത് കഴിഞ്ഞ് സിന്ദൂരം തലശാല അരി വാരിയിട്ടിട്ട് നെറ്റിക്ക് സിന്ദൂരം തൊടിപ്പിക്കും. നമുക്ക് മധുരം വായി വെച്ച് തരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആശീർവാദം മേടിക്കും. ചേച്ചിയുടെ ആശീർവാദം മേടിച്ച് പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് എന്തായിരുന്നു അറിയാലോ? നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അൺബോക്സിംഗ് വീഡിയോ. 2 സാരി അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. ആ സാരിയാണ് പ്രസന്റ്. ഇതിനു വേണ്ടി പ്രസന്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു രക്ഷാബന്ധന് വേണ്ടി. നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാരി പ്രസന്റ് കൊടുത്ത് എന്നിട്ട് ദക്ഷിണയായിട്ട് എന്തെങ്കിലും പൈസയും കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത ചേച്ചി എൻ്റെ കുഞ്ഞു ചേച്ചി അതൊക്കെ തന്നെ സജിത ചേച്ചി, ബിന്ദു ചേച്ചി, വീട്ടിൽ വിളിക്കുന്ന ബിന്ദു ചേച്ചി. സജിത ടീച്ചറാണ്. ചേച്ചി ആദ്യം ആരതി ഒഴിഞ്ഞ് നെറ്റിക്ക് കുങ്കുമം തൊട്ട് തലയിലരിയും നുള്ളിയിട്ട് പിന്നെ രാഖി കെട്ടി. എൻ്റെ 2 അളിയന്മാരും ഉണ്ട് അവിടെ. ചേച്ചി രാഖി കെട്ടി കഴിഞ്ഞ് മിഠായി തന്നു. ചേച്ചിയുടെ നിന്ന് ആശീർവാദം മേടിച്ചു. ചേച്ചിക്കും സെയിം ഗിഫ്റ്റ് ചേച്ചിക്കും കൊടുത്തു. ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ചു. ഇപ്പം 2 ചേച്ചിമാരുടെയും ഞാൻ രാഖി കെട്ടി ആശീർവാദം മേടിച്ചു. ഈ വർഷത്തെ എൻ്റെ രാഖി കംപ്ലീറ്റ്. ഇനി രഞ്ജിനി അളിയന്മാരെ 2 പേരെയും രാഖി കെട്ടുകയാണ്. ഇത് മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡാണ് ജയകുമാർ. എല്ലാ വർഷവും കെട്ടുന്നതാണ്. ഈ വർഷം കെട്ടി. ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് എല്ലാതും. അതും രാഖി കെട്ടി അനുഗ്രഹം മേടിച്ചു. രാഖിയുടെ വളരെ പ്രധാനപ്പെട്ട ആഘോഷമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ. അതുകൊണ്ട് നമ്മളും ഇവിടെ താമസിക്കുകയുണ്ട്. നമ്മളും ആ ആചാരങ്ങൾ അവരൊക്കെ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളും ചെയ്യാറുണ്ട്. ഞങ്ങളന്ന് കൊച്ചിലെ തൊട്ട് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിലെ തൊട്ട് ഈ ആചാരമാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിലെ തൊട്ട് 2 ചേച്ചിമാർ എനിക്ക് രാഖി കെട്ടാറുണ്ട്. എന്നെ രണ്ടാമത്തെ അളിയനാണ്. 2ാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് സുനിൽ കുമാർ മാധവൻ എന്നാണ് പേര്. പിന്നെയും അതുപോലെ തന്നെ എൻ്റെ വൈഫ് രാഖി കെട്ടുകയാണ്. രക്ഷാബന്ധൻ്റെ ഐതിഹ്യം നമ്മുടെ മഹാഭാരതത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുപാലനെ സുദർശന ചക്രം കൊണ്ട് വധിച്ചപ്പോൾ കൃഷ്ണൻ്റെ വിരൽ മുറിഞ്ഞ് അതിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. അത് കണ്ട് ദ്രൗപദി തൻ്റെ സാരിയുടെ പല്ലു വലിച്ചു കീറി ശ്രീകൃഷ്ണൻ്റെ വിരലിൽ കെട്ടി. ആ നിമിഷം തന്നെ ശ്രീകൃഷ്ണൻ ദ്രൗപദിയെ തൻ്റെ സഹോദരിയായി സ്വീകരിക്കുകയും ജീവിതകാലം മുഴുവൻ അവളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു.
വർഷങ്ങൾക്ക് ശേഷം ചൂതാട്ടത്തിൽ പാണ്ഡവർക്ക് ദ്രൗപദി നഷ്ടപ്പെടുകയും പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ കൃഷ്ണൻ ദ്രൗപദിയുടെ നാണം രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം.